ഹായ് ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്നൊരു ടോപ്പിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും വീഡിയോ ആണ് കേട്ടോ. അത് ബിറ്റായിട്ട് കിടന്ന ഹക്കോബ മെറ്റീരിയലാണ്. അത് വെച്ചിട്ട് എനിക്കൊരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ പെട്ടെന്ന് വളരെ എളുപ്പത്തിൽ നമുക്ക് ഒരു 10-20 മിനിറ്റിനുള്ളിൽ തന്നെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും എല്ലാം കഴിയും കേട്ടോ. പിന്നെ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലാവുന്നതുകൊണ്ട് കുറച്ച് നീട്ടി ഞാൻ കുഴപ്പമില്ലാത്ത രീതിയിൽ വലിച്ചു നീട്ടി പറയുന്നുണ്ട് കേട്ടോ. എന്നാലും വളരെ എളുപ്പമാണ്, പെട്ടെന്ന് ചെയ്യാനും പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ ഉറപ്പായിട്ടും സപ്പോർട്ട് ചെയ്യുക, ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഇങ്ങനെയുള്ള വീഡിയോസ് കാണാൻ ആഗ്രഹമുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഈ ഉള്ള മെറ്റീരിയൽ ഞാൻ 4 മടക്കിയിട്ടുണ്ട്. എനിക്കൊരു തയ്യൽ തുമ്പ് ഉൾപ്പെടെ 25 ഇഞ്ച് ഇറക്കമാണ് കിട്ടുന്നത്. അത്രയും മതി. നമുക്കിപ്പോൾ സ്കേർട്ടിൻ്റെ കൂടെ ഇടാനാണെങ്കിൽ അത്രയും പോലും ആവശ്യമില്ല. ഞാൻ ജീൻസ് ആവുന്നതുകൊണ്ട് മാത്രമാണ് എനിക്ക് കുറേ നാളായി ഞാനിങ്ങനെ കുഞ്ഞു ടോപ്പൊക്കെ ഇട്ടിട്ട് കേട്ടോ. അപ്പോൾ നമുക്കൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടല്ലോ, ഇടുമ്പോൾ ഒരു തമ്മലല്ലേ. അപ്പം എന്തായാലും ഞാൻ 25 തയ്യൽ തുമ്പ് ഉൾപ്പെടെ എടുക്കുന്ന ഇറക്കം കേട്ടോ. അപ്പം ഷോൾഡർ ഞാൻ 7.5 എടുക്കുന്നത് കേട്ടോ. സാധാരണ ഞാൻ 6.5 എടുക്കുന്നത്. എനിക്ക് 6.5 ചുരിദാറിനൊക്കെ ഞാൻ എടുക്കുന്നത്. അതിൽ നിന്നും 1 ഇഞ്ച് അധികം എടുക്കുന്നുണ്ട് കേട്ടോ. ഷോൾഡറും ആം ഹോളും അതേ രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്. കാരണം വെച്ചാൽ നമ്മൾ കോളർ നെക്കൊക്കെ ചെയ്യുമ്പോൾ എങ്ങനെയാണോ ചെയ്യുന്നത്, നമ്മൾ ഒരു ഇഞ്ച് അധികം എടുക്കത്തില്ലേ, അതുപോലെ ചെയ്യണം. കാരണം എന്ന് വെച്ചാൽ ഇത് കോളർ നെക്കല്ല എങ്കിലും ബാക്ക് നെക്ക് നല്ല കയറി നിൽക്കുന്നതാണ്. അപ്പം നമ്മൾ കോളർ നെക്കിന് എടുക്കുന്ന അതേ കണക്ക് തന്നെ എടുത്തിട്ട് നമ്മൾ ഷോൾഡർ സ്ലോപ്പും ഒക്കെ കൊടുക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുക്കുന്നത് കേട്ടോ. ഇങ്ങനെ കഴുത്തൊക്കെ ബാക്ക് സൈഡൊക്കെ കയറ്റി ഉദ്ദേശിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ കോളർ നെക്കിന് എങ്ങനെയാണോ കട്ട് ചെയ്യുന്നത് അതേ കണക്ക് കട്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ വണ്ണം, അത് ഫുള്ളായിട്ട് നിങ്ങളുടെ വണ്ണം എടുത്തിട്ട് അതിന് 4 കൊണ്ട് ഭാഗിച്ചിട്ട് അത് അളവ് എഴുതുക. 2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇടുക. എനിക്ക് എൻ്റെ വണ്ണത്തിലും കുറച്ചും കൂടി ലൂസിട്ടാണ് തയ്ക്കുന്നത്. പക്ക ഷേപ്പായിട്ടല്ല ഞാൻ കൊടുക്കുന്നത്. കാരണം വെച്ചാൽ ജീൻസിൻ്റെ ഇടുന്നതുകൊണ്ട് പക്ക ഷേപ്പായാൽ എനിക്കെന്തോ ഒരു വിമ്മിഷ്ടം കണക്കാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ പക്ക ഷേപ്പ് കൊടുക്കുന്നില്ല. അതിൻ്റെ ഷേപ്പ് ഇറക്കം 14, ഷേപ്പ് വണ്ണവും ജസ്റ്റ് മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ കൂടെ 2 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. നോർമൽ വണ്ണത്തിലും കുറച്ചും കൂടി ഒരു 3/4 ഇഞ്ച് ലൂസ് കൊടുത്തിട്ടാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. അതിന് നമ്മൾ വരച്ച് കൊടുത്ത് ഫുള്ളായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. വണ്ണമൊക്കെ നിങ്ങളുടെ അളവിൽ കൊടുക്കുക. ഞാൻ പറഞ്ഞ കണക്ക് ഫുള്ളായിട്ട് വണ്ണം എടുത്തിട്ട് അതിൻ്റെ 4 ഭാഗിച്ചതിന് ശേഷം തയ്യൽ തുമ്പ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കണക്ക് കൊടുത്താൽ മതി. ഞാൻ എപ്പോഴും തയ്യൽ തുമ്പ് അധികം കൊടുക്കും കേട്ടോ. അതിൻ്റെ താഴത്തെ ആ പോർഷൻ ഒരു ശകലം ഇങ്ങനെ തൂങ്ങി നിൽക്കാതിരിക്കാൻ വേണ്ടി മേളിലോട്ട് ഒരു ഇഞ്ച് കയറ്റിയിട്ട് സെൻറ്റർ പോർഷനിൽ നിന്ന് ആ മേളിലോട്ട് 1 ഇഞ്ചിലോട്ട് ചെറുതായിട്ടൊന്ന് ജോയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ആദ്യം ഈ മാർക്ക് ചെയ്ത് ഫുൾ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ സാധാരണ ആം ഹോളും ഷോൾഡറും ഒക്കെ ഫുള്ളായിട്ട് ഞാൻ 6.5 എടുക്കുന്നത്. ഇത് മേൾ പോർഷൻ, അതായത് ബാക്ക് പോർഷൻ കയറി നിൽക്കുന്ന വെറും 3/4 ഇഞ്ച് മാത്രം കൊടുക്കുന്ന ഒരു നെക്ക് ആവുന്നതുകൊണ്ട് മാത്രമാണ് കോളർ നെക്കിന് കട്ട് ചെയ്യുന്ന ആ ഒരു മെത്തേഡിലാണ് ചെയ്യുന്നത്. കാരണം വെച്ചാൽ അല്ലെങ്കിൽ നമുക്ക് ഒരു ചുളിവ് അവിടെ ഫീൽ ചെയ്യും കേട്ടോ. അതങ്ങ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നല്ല രീതിയിൽ ഷോൾഡറും ആം ഹോളും കൊടുത്തത്, 1 ഇഞ്ച് അധികം കൊടുത്തത്. എന്നിട്ട് ഞാൻ നെക്ക് വിട്ട് കൊടുക്കുന്നത് 3 കേട്ടോ. 3 ഇഞ്ചാണ് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ 4 ഫോൾഡ് ചെയ്തിട്ടിരിക്കുക, ബാക്കും ഫ്രണ്ടും ഒരുപോലെ തന്നെ കിടക്കുവാണ്. ഞാൻ ജസ്റ്റ് മാർക്ക് ചെയ്യുന്നതേ ഉള്ളൂ. 3 ഇഞ്ച് അകലവും കൊടുത്തു, 7 ഇഞ്ച് ഇറക്കവും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് വി നെക്കാണ് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് ആ 3 ഇഞ്ചിലോട്ട് ജസ്റ്റ് നമ്മുടെ വി നെക്ക് ഒന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഷോൾഡർ സ്ലോപ്പാണ് കൊടുക്കുന്നത് കേട്ടോ. അത് ഞാനൊരു 1/2 ഇഞ്ചാണ് കൊടുക്കുന്നത്. 1/2 ഇഞ്ചോ 3/4 ഇഞ്ചോ നിങ്ങളുടെ ഇഷ്ടം കണക്ക് കൊടുക്കാം കേട്ടോ. ഞാൻ 1/2 ഇഞ്ച് കൊടുത്തിട്ട് ജസ്റ്റ് ആ ഒരു ഭാഗം മാത്രം ആദ്യം ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കേട്ടോ. കാരണം വെച്ചാൽ ഇത് ഫുള്ള് ജോയിൻ്റ് ആയിട്ടിരിക്കുന്ന ഭാഗമാണ്. നമുക്ക് ഒരുവിധം തയ്യൽ അറിയാവുന്നവർക്കൊക്കെ അറിയായിരിക്കും. എന്നാലും ആരെങ്കിലും കുഴപ്പമില്ലാത്ത, അതായത് ഒട്ടും അറിഞ്ഞുകൂടാത്ത ആൾക്കാർ കാണുവാണെങ്കിൽ മാത്രം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് കേട്ടോ. എന്നിട്ട് രണ്ടും 2 രീതിയിൽ സെപ്പറേറ്റ് ആക്കിയതിന് ശേഷം ഫ്രണ്ട് പോർഷനിലെ വി നെക്ക് ഞാൻ ആദ്യം തന്നെ അങ്ങ് കട്ട് ചെയ്ത് മാറ്റി. ഇതിൻ്റെ അകലം 3 ഇഞ്ചാണ്, ഇറക്കം 7 ഇഞ്ചുമാണ്. ഓവറായിട്ടൊന്നും തുറന്നൊന്നും പോകത്തില്ല കേട്ടോ. അത് സിമ്പിളായിട്ട് വരുന്ന ഒരു ചെറിയ വി നെക്കാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ബാക്ക് പോർഷനിൽ നമ്മൾ 3 ഇഞ്ച് അകലവും ഒരു 3/4 ഇഞ്ച് മാത്രമേ ഞാൻ നെക്ക് ഇറക്കുന്നുള്ളൂ. ഞാൻ ഈ ഒറ്റ കാരണം കൊണ്ടാണ് നമ്മൾ അതായത് ഷോൾഡറും ആം ഹോളും ഒക്കെ ശകലം 1 ഇഞ്ച് സാധാരണ എടുക്കുന്നതിലും 1 ഇഞ്ച് കൂട്ടിയെടുക്കാൻ കാരണം ബാക്ക് നെക്ക് ഭയങ്കരമായിട്ട് കയറി നിൽക്കുന്ന ഒരു ടൈപ്പ് നെക്കാണ്. സത്യം പറഞ്ഞാൽ നമുക്ക് ഈ ഒരു മെത്തേഡിൽ തന്നെ കട്ട് ചെയ്തിട്ട് നമുക്ക് കോളർ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവുന്നേ ഉള്ളൂ. പക്ഷേ ഞാൻ കോളർ വയ്ക്കുന്നില്ല. എനിക്ക് അതായത് ബാക്ക് ഇങ്ങനെ കയറി നിൽക്കുന്ന ജസ്റ്റ് ആ ഒരു രീതിയിൽ മാത്രം ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കാനാണ്. അതിന് ബാക്കിയുള്ള മെറ്റീരിയൽ ഇതുപോലെ മടക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത്രയും മാത്രമേ ഉള്ളൂ മെറ്റീരിയൽ. എന്നിട്ട് താഴെ വർക്ക് വരാത്ത കുറച്ച് ഭാഗമുണ്ടല്ലോ, അതങ്ങ് മാർക്ക് ചെയ്ത് ഒഴിവാക്കിയതിന് ശേഷം നമുക്ക്
എത്രയാണോ സ്ലീവിൻ്റെ ലെങ്ത് വേണ്ട തയ്യൽ തുമ്പ് ഉൾപ്പെടെ കൊടുത്തതിന് ശേഷം വണ്ണം മാർക്ക് ചെയ്യാൻ നേരെ വണ്ണം മാർക്ക് ചെയ്യുക കേട്ടോ. ഞാൻ വണ്ണത്തിലും 1 ഇഞ്ച് കൂടി അധികം കൊടുക്കുന്നുണ്ട്. എനിക്ക് 2-3 പ്ലീറ്റ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയാണ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത്. എന്നിട്ട് താഴോട്ട് ഒരു 3.5 ഇഞ്ച് സ്ലോപ്പ് കൊടുക്കുക. ഇതുപോലെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് തുടക്കത്ത് ഇതുപോലെ ഒരു 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത് വെച്ചേക്കണം കേട്ടോ. എന്നിട്ട് താഴത്തെ വണ്ണം എൻ്റെ നോർമൽ വണ്ണത്തിലും ലൂസ് ഇട്ട് കൊടുത്താണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത്. എലാസ്റ്റിക് ഒന്നും കൊടുക്കുന്നില്ല, എന്നാലും ലൂസായിട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ടാണ്. എന്നിട്ട് ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. ആ 2.5 ഇഞ്ച് വരെ കറക്റ്റായിട്ട് വരച്ച് കൊണ്ടുവന്നിട്ട് താഴോട്ട് പിന്നെ ഒരു സ്ലീവിൻ്റെ ഷേപ്പിൽ ഇതുപോലെ കർവ് ചെയ്ത് വരച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു മെറ്റീരിയലിന് സെയിം കളർ ലൈനിങ് ഇടാതെ ഞാൻ കരിനീല ഇട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ എൻ്റെ കയ്യിൽ ബിറ്റ് ആവുന്നതുകൊണ്ട് എനിക്ക് കറക്റ്റ് ആയിട്ടുള്ള ലൈനിങ് കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ തൽക്കാലം ഈ ഒരു ലൈറ്റ് കളർ പീച്ച് ഷെയ്ഡാണ് എടുത്തത് കേട്ടോ. പക്ഷേ പീച്ച് വലുതായിട്ട് അറിയുന്നില്ല. കരിനീല ആയിരുന്നെങ്കിൽ നല്ല ഭംഗിയായിരുന്നു. എന്തായാലും വൈറ്റ് ഒഴിവാക്കിയിട്ട് നമ്മൾ പീച്ച് കളർ വെച്ചിട്ട് ലൈനിങ് സെയിം ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ സ്റ്റിച്ചിങ്ങിലോട്ട് പോകാം കേട്ടോ. അപ്പോൾ സ്റ്റിച്ചിങ്ങിന് ചെയ്യുന്നത് നമ്മൾ ആദ്യം തന്നെ സ്ലീവാണ് കേട്ടോ. സ്ലീവിന് ഞാൻ ലൈനിങ് കട്ട് ചെയ്തിട്ടില്ലായിരുന്നു. ആദ്യം തന്നെ ഞാൻ സ്ലീവ് എടുത്തിട്ട് നമ്മുടെ താഴത്തെ പോർഷൻ 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തിട്ടുണ്ടല്ലോ, അത് ജസ്റ്റ് ഒരു അര ഇഞ്ച് വെച്ചിട്ട് ഫുള്ളായിട്ടൊന്ന് മടക്കി അടിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അതിനുശേഷം നമ്മുടെ ഫ്രണ്ട് പോർഷൻ എടുക്കണം. അതായത് വീനൊക്കെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചില്ല, അത് ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് നിങ്ങൾക്ക് തെന്നിപ്പോകാതിരിക്കാൻ വേണ്ടി ഇതുപോലെ പിന്നെ ചെയ്ത് കൊടുക്കാം കേട്ടോ. അതായത് നല്ല വശം ഉള്ളിൽ പോയിരിക്കുകയാണ് ഹക്കോബ. നമുക്ക് ഹക്കോബ മെറ്റീരിയൽ ആവുന്നതുകൊണ്ട് നല്ലതും ചീത്തയൊന്നും നല്ലോണം അറിയാൻ പറ്റത്തില്ല. അത് നിങ്ങളുടെ മെറ്റീരിയൽ അനുസരിച്ച് നിങ്ങൾ നോക്കിയിട്ട് നമ്മൾ സാധാരണ എങ്ങനെയാണോ ടോപ്പിന് നെക്ക് ഫിനിഷ് ചെയ്തെടുക്കുന്നത് അതുപോലെ ജസ്റ്റ് ഇതുപോലെ വീനെക്കിൽ ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് കട്ട് ചെയ്ത് കളയുക കേട്ടോ. പിന്നെ ആ സെൻറ്റർ പോർഷൻ എത്തുമ്പോൾ സൂക്ഷിച്ച് കട്ട് ചെയ്യുക. അറ്റം വരെ കട്ട് ചെയ്യുകയും ചെയ്യണം, പക്ഷേ കട്ടായി പോകാനും പാടില്ല. ആ രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ തിരിച്ചിട്ടിട്ട് ഇതുപോലെ ജസ്റ്റ് നെക്കിൻ്റെ പോർഷൻ ഞാൻ അടിക്കുന്നില്ല, ബാക്കി എല്ലാം പതിച്ചടിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ എങ്ങനെയാണോ സാധാരണ ടോപ്പ് നെക്ക് ഫിനിഷ് ചെയ്തിട്ട് പതിച്ചടിക്കുന്നത് അതുപോലെ പതിച്ചടിച്ചിട്ട് സൈഡെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞ് ഫിനിഷ് ചെയ്തെടുത്താൽ മതി. അപ്പം ഫ്രണ്ട് പോർഷൻ്റെ കാര്യം ക്ലിയർ ആയിട്ടുണ്ട്. ഇനി ബാക്ക് പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ ഒരു 3/4 ഇഞ്ചാണ് വിട്ടിട്ടുള്ളത്. ആ 3/4 ഇഞ്ച് നമ്മൾ ഫ്രണ്ട് പോർഷനിലെ നെക്ക് അടിച്ചതുപോലെ തന്നെ അടിച്ചിട്ട് ജസ്റ്റ് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് കുഞ്ഞു കട്ടിങ് ഇട്ട് കൊടുക്കണം നമുക്ക് തിരിച്ചിടാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് അടിപൊളിയായിട്ട് നമുക്ക് ബാക്ക് പോർഷൻ ഇതുപോലെ കിട്ടും. പക്ഷേ ബാക്ക് പോർഷൻ പതിച്ചടിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് നല്ല വശവും ചേർത്ത് വെച്ചിട്ട്, അത് ബാക്കും ഫ്രണ്ടും ചേർത്ത് വെച്ചിട്ട് നമ്മൾ സാധാരണ ഷോൾഡർ ജോയിൻറ്റ് ചെയ്യുന്ന പോലെ ചെയ്യണം. പിന്നെ ഷോൾഡർ ജോയിൻറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു സ്ലോപ്പ് കൊടുത്തിട്ടുണ്ട്, അത് ശ്രദ്ധിച്ച് ആ ഒരു സൈഡ് എത്തുമ്പോൾ ശ്രദ്ധിച്ച് ഷോൾഡറിന്ന് ജോയിൻറ്റ് ചെയ്തെടുത്താൽ മതി. നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധിച്ച് ചെയ്യാമെങ്കിൽ സാധാരണ ടോപ്പ് അടിക്കുന്ന പോലെ ചുമ്മാ അങ്ങ് അടിച്ചു വിടരുത്. നമ്മൾ സ്ലോപ്പ് കൊടുത്തുകൊണ്ട് ആ ഒരു സ്ലോപ്പിൻ്റെ മെത്തേഡിൽ തന്നെ ചെയ്യുവാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടും. ആ ബാക്കും ഫ്രണ്ടും നമ്മൾ ഷോൾഡർ ജോയിൻറ്റ് ചെയ്തപ്പോൾ നമുക്ക് ഈ ഒരു മെത്തേഡിലാണ് കിട്ടിയിരിക്കുന്നത്. ഇനി ഫുള്ളായിട്ട് പതിച്ചടിക്കുക. അതായത് നമ്മൾ ഫ്രണ്ട് പോർഷൻ പതിച്ചടിച്ച അതേ കണക്ക് തന്നെ ബാക്ക് പോർഷനിലും ഫുള്ളായിട്ട് പതിച്ചടിച്ചിട്ട് ബാലൻസ് നിൽക്കുന്ന മെറ്റീരിയൽ എല്ലാം ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞതായി ഇതുപോലെ നല്ല ഭംഗിയായിട്ട് എടുക്കണം കേട്ടോ. ഇനി നമുക്ക് വേണമെങ്കിൽ ബാക്കിൽ സിബ് വെക്കാം, അല്ലെങ്കിൽ ചുമ്മാ ഒരു ഹുക്ക് വെക്കാനായിട്ട് മോഡലൊരു ഹോളോ ഓവൽ ഷേപ്പിലോ എന്തെങ്കിലും ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ പക്ക ഷേപ്പായിട്ടല്ല അടിക്കുന്നത് കേട്ടോ, അതുകൊണ്ട് എനിക്ക് ബാക്ക് ഓപ്പണിൻ്റെ ആവശ്യമില്ല. 3 ഇഞ്ച് അകലവും ഫ്രണ്ടിൽ 7 ഉണ്ടല്ലോ, അതുകൊണ്ട് എനിക്ക് നല്ല രീതിയിൽ കഴുത്ത് കയറും. പിന്നെ പക്ക ഷേപ്പ് അടിക്കുന്നവർ ഉറപ്പായിട്ട് സിബ് വെക്കണം കേട്ടോ. പിന്നെ ഞാൻ സ്ലീവ് എടുത്ത് വെക്കാൻ നേരത്താണ് സ്ലീവിൽ ലൈനിങ് ഇടാതെ വെക്കുമ്പോൾ ഒരു ഭംഗിക്കേടായിട്ട് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ പിന്നെ പോയി സ്ലീവിന് ലൈനിങ് കട്ട് ചെയ്ത് കൊണ്ടുവന്നു കേട്ടോ. എന്നിട്ട് കാരണം എന്ന് വെച്ചാൽ നമ്മൾ പീച്ച് കളറല്ലേ ടോപ്പിന് കൊടുത്തിരിക്കുന്നത്, അപ്പം ലൈനിങ് ഇല്ലാതെ കൈ വരുമ്പം എന്തോ ഒരു ഭംഗി കണക്ക് എനിക്ക് തോന്നിയുകൊണ്ട് ഞാൻ പിന്നെ പോയി ലൈനിങ് കട്ട് ചെയ്ത് കൊണ്ടുവന്നെയാണ് സ്ലീവ് ഫിനിഷ് ചെയ്തെടുത്തത്. അങ്ങനെ ലൈനിങ് ഒക്കെ വെച്ച് ഫുള്ളായിട്ട് സ്ലീവ് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സ്ലീവാണ് ജോയിൻ ചെയ്യാൻ പോകുന്നത്. ഞാൻ പറഞ്ഞില്ല 1 ഇഞ്ച് നമ്മൾ സ്ലീവ് കട്ട് ചെയ്യുന്ന സമയത്ത് അധികം കിട്ടുന്നത്, അത് സെൻറ്റർ പോർഷനിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും 2 സൈഡിലോട്ട് 2 പ്ലേറ്റ് ജസ്റ്റ് മാത്രം 1/2 ഇഞ്ചിൻ്റെ 2 പ്ലേറ്റ് മാത്രം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ 1 ഇഞ്ച് അധികം ഇട്ടത്. അപ്പോൾ അതുപോലെ 2 സൈഡിലോട്ടും 2 പ്ലേറ്റ് വെച്ചിട്ട് ഒരു സ്ലീവിൽ 4 പ്ലേറ്റ് വരുന്നുണ്ട്. വലിയ ആഡംബരങ്ങളൊന്നുമില്ലാത്ത കുഞ്ഞ് പ്ലേറ്റ് കേട്ടോ, ഒരു പേരിന് വേണ്ടി. അങ്ങനെ ഇത് ഫുള്ളായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്, സ്ലീവും വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് നമ്മുടെ ഷേപ്പൊക്കെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം കേട്ടോ. അപ്പം ഞാൻ പ്രത്യേകിച്ച് ഷേപ്പൊന്നും നോക്കുന്നില്ല, എത്രയാണോ തയ്യൽ തുമ്പ് കൊടുത്തത്, ഞാൻ 2 ഇഞ്ചാണ് തയ്യൽ തുമ്പ് കൊടുത്തത്. ആ ഒരു കണക്ക് പ്രകാരം ഞാൻ എൻ്റെതാകുന്നുണ്ട് കേട്ടോ. വേറെ കസ്റ്റമേഴ്സിൻ്റെയൊക്കെയാണെങ്കിൽ ഞാൻ നല്ലോണം നോക്കി ചെയ്യും. എൻ്റെ ആവുന്നോട് 2 ഇഞ്ച് തയ്യൽ തുമ്പിൻ്റെ ആ ഒരു കണക്ക് പ്രകാരം ഞാൻ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. കറക്റ്റായിട്ട് പിന്നൊക്കെ ഒന്ന് കുത്തി വെച്ചിട്ട് മാർക്ക് ചെയ്തെടുക്കുക. മാർക്ക് ചെയ്തെടുത്തിട്ട് നമ്മൾ ജസ്റ്റ് താഴേന്ന് മേളിലോട്ട്, അതായത് ടോപ്പിൻ്റെ താഴേന്ന് മേളിലോട്ട് ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്യണം. കാരണം വെച്ചാൽ നമുക്കൊരു കുഞ്ഞ് സ്ലിറ്റ് ഇടാൻ വേണ്ടിയിട്ടാണ് ഒരു 3 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് അവിടെ കൊണ്ടുവന്ന് നമ്മൾ സാധാരണ സ്ലിറ്റിന് സ്റ്റിച്ച് ചെയ്യത്തില്ല അതുപോലെ നമ്മൾ മേളിൽ നിന്ന് സ്ലീവിൻ്റെ വണ്ണം മുതൽ ഷേപ്പ് വണ്ണം മുതൽ ആ സ്ലിറ്റ്
സ്ലിറ്റിൻ്റെ ആ ഒരു നമ്മൾ താഴേന്ന് മേലോട്ടാണ് 3 ഇഞ്ച് മാർക്ക് ചെയ്തത് കേട്ടോ, ഒരു കുഞ്ഞ് സ്ലിറ്റ് ഇടാൻ വേണ്ടി. അവിടെ കൊണ്ട് ഇതുപോലെ മാർക്ക് ചെയ്തിട്ടിട്ട് പിന്നെ കുത്തി നിർത്തിയിട്ട് തിരിച്ച് നമുക്ക് എത്ര തയ്യൽ തുമ്പാണോ കൊടുക്കേണ്ട അത് കൊടുക്കാം കേട്ടോ. അപ്പം മേലോട്ട് അടിക്കുമ്പോൾ ആ തയ്യൽ തുന്നെ അടിച്ച് ഒരു 2 ഇഞ്ച് മേലോട്ട് വന്നിട്ട് വേണം ഷേപ്പ് ചെയ്ത് വേറെ തയ്യലോട്ട് പോകാനായിട്ട് കേട്ടോ. അപ്പോൾ അതുപോലെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഏതെങ്കിലും രീതിയിൽ അധികമായിട്ട് ഏതെങ്കിലും മെറ്റീരിയൽ നിപ്പുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നോക്കിയിട്ട് കട്ട് ചെയ്ത് കളയാം കേട്ടോ. എന്നിട്ട് ഞാൻ എൻ്റെ 1 ഇഞ്ചിൻ്റെ ഒരു സ്കെയിൽ എടുത്തിട്ട് ജസ്റ്റ് ആ സ്ലിറ്റിൻ്റെ ഭാഗത്ത് ഇതുപോലൊരു വരയിട്ട് കൊടുക്കുന്നുണ്ട്. കാരണം വെച്ചാൽ നമുക്ക് സ്ലിറ്റ് മടക്കി അടിക്കാൻ ഈ ഒരു വലിപ്പം മാത്രം മതി. ബാക്കിയുള്ളതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുക്കണം കേട്ടോ. വൃത്തിയാക്കി എടുത്തിട്ട് നമ്മൾ സാധാരണ എങ്ങനെയാണോ ടോപ്പിന് സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്യുന്ന ആ ഒരു മെത്തേഡിൽ തന്നെ, പിന്നെ വലിയ സ്ലിറ്റ് അല്ലാത്തതുകൊണ്ട് നമുക്ക് വലിയ മെനക്കേടൊന്നുമില്ല, ഒരു കുഞ്ഞ് സ്ലിറ്റ് ആവുന്നതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് കാര്യം നടക്കും കേട്ടോ. അങ്ങനെ 1 ഇഞ്ചിൽ ഒരു അര ഇഞ്ച് മടക്കി ഇതുപോലെ കുഞ്ഞ് സ്ലിറ്റ്, നമുക്ക് വലിയ ചുളിവൊന്നും വരത്തില്ല. കാരണം വെച്ചാൽ കുഞ്ഞ് സ്ലിറ്റ് അല്ലേ, നമ്മൾ വലുതായിട്ട് സ്ലിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ബിഗിനേഴ്സിനൊക്കെ ചുളിവ് എന്തായാലും വരും. അപ്പോൾ ബിഗിനേഴ്സിനൊക്കെ ഈ കുഞ്ഞ് സ്ലിറ്റ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും ചുളിവൊന്നും വരത്തില്ല കേട്ടോ. അപ്പം കുഞ്ഞ് സ്ലിറ്റൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്നിട്ട് താഴത്തെ ആ ഒരു മടക്കി അടിയും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് ടോപ്പിൻ്റെ പരിപാടി എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. വേണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജസ്റ്റ് എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇതുപോലെ ഫുള്ളായിട്ട് മടക്കി അടിച്ചാൽ മതി കേട്ടോ. മടക്കി അടിച്ചും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ടോപ്പിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ബാക്കിൽ ടക്ക് കൊടുക്കാം കേട്ടോ. ഞാൻ പക്ഷേ ടക്ക് കൊടുക്കുന്ന വീഡിയോ ഇതിനകത്ത് കിട്ടിയിട്ടില്ല. ഞാൻ പക്ഷേ എന്തായാലും ടക്ക് കൊടുത്തിട്ടാണ് ഫിനിഷ് ചെയ്തെടുത്തത്. അപ്പം നെക്കൊക്കെ നമ്മൾ പതിച്ചടിച്ചില്ലെങ്കിൽ ഇത് അടിപൊളിയായിട്ടാണ് നെക്ക് കിട്ടിയിരിക്കുന്നത്. നമ്മൾ കുറച്ച് അയണും കൂടി ചെയ്ത് കൊടുക്കാമെങ്കിൽ അടിപൊളിയായിട്ടിരിക്കും കേട്ടോ. സ്ലീവൊക്കെ കുഞ്ഞു ഞൊറുള്ള കുഞ്ഞ് സ്ലീവൊക്കെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഫുള്ളായിട്ട് ബാക്കും ഫ്രണ്ടും ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഒരു സിമ്പിൾ ടോപ്പ്. അപ്പോൾ ഫുള്ളായിട്ട് സ്റ്റിച്ചിങ് കഴിഞ്ഞ് അപ്പം ഞാൻ ഇട്ടിട്ടുള്ള വീഡിയോ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു രീതിയിലാണ് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഷേപ്പായിട്ട് ഇരിക്കരുത്, ലൂസായിട്ട് വേണം. അപ്പം എൻ്റെ ഷേപ്പിലും 1 ഇഞ്ച് ലൂസ് കൊടുത്തിട്ടാണ് ഞാൻ സ്ലീവും ടോപ്പിൻ്റെ എല്ലാം കൊടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങൾക്കും ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഉറപ്പായിട്ടും ബാക്ക് ഇത്രയും കയറി നിൽക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ടൈറ്റ് ആവാൻ സാധ്യതയുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ബാക്ക് നെക്കൊക്കെ കേട്ടോ. ഞാൻ ഈ ഒരു രീതിയാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് പക്ക ഷേപ്പ് വേണമെങ്കിൽ ഉറപ്പായിട്ടും ഒന്നെങ്കിൽ ബാക്കിൽ ഒരു ചെറിയ ഓപ്പണിംഗ് കൊടുക്കണം, അല്ലെങ്കിൽ സിബ് കൊടുക്കണം കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇത് ഇഷ്ടമായല്ലോ എന്ന് എന്തായാലും കമൻറ്റ് ചെയ്യണം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.